നമസ്കാരം. നമ്മുടെ ഇലക്ഷൻ കഴിഞ്ഞ ശേഷം കേരളത്തെ ഇളക്കിമറിക്കുന്ന പ്രധാന വാർത്തയാണ് ശ്രീ PC ജോർജും മകൻ ഷോൺ ജോർജും ഒരു വശത്തും ദീപിക ദിനപത്രവും ക്രിസ്തീയ സഭാ നേതൃത്വവും മറുവശത്തും ആയിട്ടുള്ള വാക്പോരുകൾ. ഷോൺ ജോർജിൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ദിനപത്രവും അതുപോലെ തന്നെ ക്രിസ്തീയ സഭാ നേതൃത്വവും അദ്ദേഹത്തോട് കാണിച്ച നന്ദികേട് അതിനുള്ള ഒരു മറുപടിയായിട്ടാണ് അദ്ദേഹം അത് പറഞ്ഞത് എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. കേരളത്തിൽ യാക്കോബ സഭയിലെ വൈദികനായ ഫാദർ ഗീർ വർഗീസ് കിഴക്കിടത്തെ പോലെയുള്ള അപൂർവം ചിലരെ മാറ്റി നിർത്തിയാൽ ഒരു ബിഷപ്പോ മെത്രാനോ ഇതുവരെയും ഈ സഭയിലെ സാധാരണ പാവപ്പെട്ട അൽമായരുടെ ഒരു വിഷയവും ഏറ്റെടുത്തിട്ടില്ല എന്ന് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അവരുടെ ഏക ലക്ഷ്യം അവരുടെ വ്യക്തിഗത ലാഭങ്ങൾ മാത്രമാണ്. അവരൊക്കെയും കോൺഗ്രസ് പാർട്ടിയുടെ ഏജന്റുമാരാണെന്നും അതിനു വേണ്ടിയിട്ട് അവർ പണം കൈപ്പറ്റുന്നു എന്നും അവരൊക്കെയും നന്ദിയില്ലാത്തവരാണെന്നും എൻ്റെ അനുഭവത്തിലൂടെ വിശദീകരിക്കുന്നതിനും അതുപോലെ ശ്രീ PC ജോർജിനും മകൻ ഷോൺ ജോർജിനും എൻ്റെ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നതിനും വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. മുൻപ് വിഷയത്തിന് നിയമപരമായ ഒരു പരിഹാരം ലഭിക്കണമെന്ന് അതിന് വേണ്ടിയിട്ട് ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ ബുദ്ധിയും സമയവും ചിലവാക്കിയത് ഞാനാണെന്ന കാര്യത്തിൽ അതിന് ആരും അംഗീകരിച്ചില്ല എങ്കിൽ പോലും എനിക്കക്കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. അത് ഈ ക്രിസ്തീയ സഭാ നേതൃത്വമോ അല്ലെങ്കിൽ BJPയോ അംഗീകരിച്ചില്ല എങ്കിൽ പോലും മുൻപത്തെ സാധാരണ ജനങ്ങൾ അത് അംഗീകരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ എനിക്ക് ആത്മസംതൃപ്തിയും ഉണ്ട്. എന്നെങ്കിലും മുൻപത്തിന് നിയമപരമായ ഒരു പരിഹാരം കിട്ടുകയാണ് എങ്കിൽ അത് എൻ്റെ ശ്രമഫലം കൊണ്ട് മാത്രമായിരിക്കും എന്നുള്ള കാര്യത്തിലും എനിക്ക് യാതൊരു തർക്കവും ഇല്ല. ഞാനൊരു ക്രിസ്ത്യാനിയോ BJPക്കാരനോ അല്ല. എങ്കിലും എന്തുകൊണ്ട് ഞാൻ മുൻപ് വിഷയത്തിൽ ഇടപെട്ടു എന്ന് നിങ്ങൾ ചോദിച്ചാൽ അത് എന്തെങ്കിലും വ്യക്തിപരമായ നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് ആയിരുന്നില്ല, മറിച്ച് ഇന്ത്യയിലെ ഏറ്റവും വലിയ മുസ്ലിം പാർട്ടിയായ കോൺഗ്രസ് 1995 മുസ്ലിമുകളെ പ്രീണിപ്പിക്കാൻ വേണ്ടി കൊണ്ടുവന്ന ഭരണഘടനാ വിരുദ്ധമായ വഖഫ് നിയമം എന്ന പിശാചിൽ നിന്നും അവിടുത്തെ പാവപ്പെട്ട ജനങ്ങളെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്താൻ സാധിക്കുമോ എന്നുള്ളത് മാത്രമായിരുന്നു, ആ ഒരൊറ്റ ചോദ്യം മാത്രമായിരുന്നു എൻ്റെ മുന്നിൽ ഉണ്ടായിരുന്നത്. 2024 ഓഗസ്റ്റ് മാസം 8-ാം തീയതി ആദ്യമായിട്ട് പാർലമെൻറ്റിൽ വഖഫ് ഭേദഗതി നിയമത്തിൻ്റെ ബില്ല് ചർച്ചയ്ക്ക് വന്ന വേളയിൽ സത്യം പറഞ്ഞാൽ ഈ സമൂഹത്തിലെ ആർക്കും തന്നെ ഈ വഖഫ് എന്താണെന്നോ വഖഫ് നിയമം എന്താണെന്നോ ഒന്നും തന്നെ അറിയില്ലായിരുന്നു. അപ്പോൾ എങ്ങനെയാണ് സ്വമേധയാ വഖഫ് ബോർഡ് എന്ന് പറയുന്ന ഭരണഘടനാ വിരുദ്ധമായ ഒരു സംവിധാനം തന്നിഷ്ടത്തിന് മറ്റാൾക്കാരുടെ വസ്തുക്കൾ വഖഫായി പ്രഖ്യാപിക്കുന്നത് എന്നതിനെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ടാണ്, ഒരു കൗതുകത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ വഖഫ് നിയമം പഠിച്ചത്. അപ്പോൾ ഞാൻ കണ്ടെത്തിയ ഭീകരമായ വസ്തുതകൾ, ഭരണഘടനാ വിരുദ്ധമായ വസ്തുതകൾ ജനങ്ങളെ അറിയിക്കണം എന്ന് ഞാൻ ആഗ്രഹിച്ചു. പക്ഷേ എൻ്റെ മുന്നിൽ ആദ്യകാലത്ത് മറ്റൊരു മാർഗവും ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ ചാനൽ തുടങ്ങിയത് തന്നെ. ഞാൻ 1915 മുതലുള്ള മുൻപത്തിൻ്റെ ചരിത്രം പഠിച്ചപ്പോഴാണ് എനിക്ക് പല ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളും കിട്ടിയത്. അതായത് ഈ കർണൻ്റെ മൂത്ത ചേട്ടനായിരുന്നു ഈ സിദ്ദിഖ് സേട്ടു എന്നും അദ്ദേഹം 1950 നവംബർ മാസം 1-ാം തീയതി തൻ്റെ 404.76 ഏക്കർ വസ്തു അള്ളാഹുവിന് വേണ്ടി ദാനം നൽകി എന്നും ആണ് ഇവിടെ എല്ലാവരും പറഞ്ഞ് പ്രചരിപ്പിച്ചിരുന്നത്. എന്നാൽ ഞാൻ കണ്ടെത്തിയത് 1950 നവംബർ മാസം 1-ാം തീയതി മുനമ്പത്ത് 404.76 ഏക്കർ വസ്തു പോയിട്ട് 1 സെൻറ്റ് വസ്തു പോലും നിയമപരമായി ഈ സിദ്ദിഖ് സേട്ടുവിന് ഇല്ലാതിരുന്നു എന്നാണ്. ഞാൻ കാരണസഹിതം തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ആ സംഗതികൾ പുറത്തു കൊണ്ട് വന്നിട്ടും ഇവിടുത്തെ പിണറായി വിജയനോ അല്ലെങ്കിൽ VD സതീശനോ ഈ മത മേലധ്യക്ഷന്മാരോ അതിനെക്കുറിച്ചിട്ട് ഒരു വാക്ക് ഇതുവരെ പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യം. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് മുസ്ലിമുകളെ പേടിയാണ്. അവർക്ക് വേണ്ടത് അവരുടെ വോട്ട് മാത്രമാണ്, അല്ലാതെ ഈ മുനമ്പത്തെ ജനത രക്ഷപ്പെടണം എന്ന് അവർക്ക് ഒരു ആഗ്രഹവും ഇല്ല. ഇതിനകം പല ആർട്ടിക്കിളുകളും ഞാൻ ദീപിക ദിനപത്രത്തിലും അതുപോലെ തന്നെ കത്തോലിക്ക കോൺഗ്രസിലും എഴുതി. ഇതിനകം എന്നെ ഒരു ക്ലാസ് എടുക്കാൻ വിളിച്ചിരുന്നു ഈ കണ്ണൂർ. അവിടെ ആ വേദിയിൽ പാമ്പ്ളാനി പിതാവ് ഉണ്ടായിരുന്നു. എന്നാൽ സദസ്സിൽ ഉണ്ടായിരുന്നത് ഇന്നത്തെ KPCC പ്രസിഡന്റും അന്നത്തെ MLAയും അവിടുത്തെ MLAയും ആയ സണ്ണി ജോസഫ് സാറും ആയിരുന്നു. അദ്ദേഹം ഈ കോൺഗ്രസിനെ ന്യായീകരിക്കാൻ വേണ്ടി എന്നോട് പല ചോദ്യങ്ങളും ചോദിച്ചു എങ്കിലും അതിനൊക്കെ കൃത്യമായ മറുപടിയും ഞാൻ നൽകി. അന്ന് ഞാനും സണ്ണി ജോസഫ് സാറും പാമ്പ്ളാനി പിതാവും ഒരുമിച്ചായിരുന്നു ലഞ്ച് കഴിച്ചത്. അതിനുശേഷം കൈ കഴുകാൻ പോയ വേളയിൽ എൻ്റെ അടുത്തായിരുന്നു സണ്ണി ജോസഫ് സാറ്. അദ്ദേഹത്തിനോട് ചോദിച്ചു, ഈ വഖഫ് നിയമത്തിനെ കുറിച്ചിട്ട് എല്ലാം കാര്യമായി പഠിച്ചിട്ടുണ്ട് അല്ലേ എന്നായിരുന്നു. ഞാനപ്പോൾ അദ്ദേഹത്തിന് കൊടുത്ത മറുപടി, സാറേ പഠിക്കാതെ ഇങ്ങനെയുള്ള ക്ലാസ്സിനൊന്നും വരാൻ സാധിക്കില്ലല്ലോ എന്നായിരുന്നു. എനിക്ക് ആദ്യമേ തന്നെ വളരെ വ്യക്തമായ ഒരു കാര്യം, മുൻപത്തെ പാവപ്പെട്ട സാധാരണക്കാരായ ജനങ്ങളെ മുസ്ലിം ലീഗും കോൺഗ്രസും ക്രിസ്ത്യൻ സഭ മേലധ്യക്ഷന്മാരും ഒക്കെ ചേർന്നുകൊണ്ട് കബളിപ്പിക്കുകയായിരുന്നു എന്നുള്ളതാണ്.
അവിടുത്തെ മുനമ്പത്തെ ഭൂസംരക്ഷണ സമിതി എന്ന് പറയുന്നത് അന്തയില്ലാത്ത ഒരു പ്രസ്ഥാനം ഈ കോൺഗ്രസിൻ്റെ കയ്യിലെ കളിപ്പാവ മാത്രം ആയിരുന്നു. അതുകൊണ്ട് ഞാൻ ഈ 1915 മുതൽ കണ്ടെടുത്ത് കൊണ്ടുവന്ന തെളിവുകൾക്കോ അല്ലെങ്കിൽ ഞാൻ ഉപദേശിച്ച നിയമപരമായ മാർഗങ്ങൾക്കോ ഒക്കെ അവർ പുല്ലുവില മാത്രമാണ് കൽപ്പിച്ചിരുന്നത്. വഖഫ് ഭേദഗതി നിയമം കൊണ്ടുവന്നാൽ പോലും അതിൽ മുനമ്പത്തിന് ഒരു പരിഹാരം കാണില്ല എന്ന് ആദ്യം വിളിച്ചു പറഞ്ഞ കക്ഷി ഞാനായിരുന്നു. കാരണം എന്താണ്? ഒരു വിഷയം കോടതിയുടെ പരിഗണനയിൽ ആണെന്നുണ്ടെങ്കിൽ അതിനെ മറികടന്നുകൊണ്ട് ഒരു സർക്കാരിനും ഒരു നിയമവും കൊണ്ടുവരാൻ സാധിക്കില്ല. അവിടെ വരുന്നത് ഈ സെപ്പറേഷൻ ഓഫ് പവറാണ്. ഒരു കാര്യം കോടതി പരിഗണിക്കുമ്പോൾ സർക്കാരിന് ഒരു നിയമവും കൊണ്ടുവരാൻ സാധിക്കില്ല എന്നുള്ളതാണ് സത്യം. അത് ഞാൻ വിളിച്ചു പറഞ്ഞു. 2025 ഫെബ്രുവരി മാസം 14 JPC അന്തിമ റിപ്പോർട്ട് പുറത്തു വന്നപ്പോഴാണ് എൻ്റെ പ്രതീക്ഷകളെ പോലും ഞെട്ടിച്ചുകൊണ്ട് ഒരു വസ്തുത എനിക്ക് മനസ്സിലായത്. അതായത് പുതിയ ഭേദഗതി നിയമത്തിലെ സെക്ഷൻ 2A പ്രകാരം മുനമ്പത്തിന് ഒരു പരിഹാരം കിട്ടും. ഇത് കേന്ദ്ര സർക്കാരിനോ BJPക്കോ അറിയില്ലായിരുന്നു എന്നുള്ള കാര്യമാണ് സത്യം. എന്തുകൊണ്ടത് എനിക്കത് മനസ്സിലാക്കാൻ സാധിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര ഡീപ്പായിട്ട് ഈ മുനമ്പം വിഷയം ഞാൻ പഠിച്ചിരുന്നു എന്നുള്ളത് കൊണ്ട് മാത്രമാണ് എനിക്കത് കണ്ടെത്താൻ കഴിഞ്ഞത്. ഞാൻ അതിനുശേഷം ഈ ചാനലിൽ ഒരു വീഡിയോ ചെയ്തു. ജനം TV-യിൽ അക്കാര്യം അതിലൂടെ വിളിച്ചു പറഞ്ഞു. എന്നിട്ടും ഒരു മത മേലധ്യക്ഷനോ ഏതെങ്കിലും ബിഷപ്പോ മെത്രാനോ കുറഞ്ഞ പക്ഷം ഈ വേളാങ്കണ്ണി പള്ളിയിലെ പാതിരിയായ ഫാദർ ആൻ്റണി ജോസഫ് തറയിൽ, എനിക്ക് തറ എന്ന് വിളിക്കാനാണ് അദ്ദേഹത്തെ ഇഷ്ടം, അവരാരും തന്നെ ഇതുവരെ ഒരു ടെലിഫോൺ പോലും വിളിച്ചിട്ട് എങ്ങനെയാണ് അത് സാധ്യമാകുന്നത് എന്നുള്ളൊരു ചോദ്യം പോലും ചോദിച്ചില്ല. കാരണം എന്താണ്? മുനമ്പത്തിനൊരു പരിഹാരം കൊണ്ടുവരുന്നത് അത് BJPയിലൂടെ ആണ് എന്നുണ്ടെങ്കിൽ അവർക്കത് വേണ്ട. എന്നെങ്കിലും മുനമ്പം വിഷയം പരിഹരിക്കും എങ്കിൽ അതിൻ്റെ ക്രെഡിറ്റ് ഷുഡ് ആൾവേസ് ഗോ ടു ദ കോൺഗ്രസ്. അത് മാത്രമായിരുന്നു അവരുടെ ലക്ഷ്യം. അപ്പോൾ അതിന് ഒരു പ്രതികൂലമായ നിന്ന ഒരു വ്യക്തി ഞാനായിരുന്നു. കാരണം ഞാൻ ഈ ആക്റ്റും മുനമ്പത്തെ ചരിത്രവും ഒക്കെ അരച്ച് കലക്കി കുടിച്ചിട്ടാണ് ഇപ്പോൾ ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മുനമ്പം വിഷയത്തിൽ ഞാൻ ഇടപെടുന്നതേ ഈ സഭ മേലധ്യക്ഷന്മാർക്ക് ഇഷ്ടമായിരുന്നില്ല എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. നാം മനസ്സിലാക്കേണ്ടത് ഏകദേശം 6ഓളം പ്രാവശ്യം ഞാൻ മുനമ്പത്തെ വേളാങ്കണ്ണി മാതാ പള്ളിയിൽ പോയിരുന്നു, എൻ്റെ വൈഫിനെയും കൂട്ടി പോയിരുന്നു. എന്നിട്ടും ഇത്രയും ഞാൻ മുനമ്പത്തിന് വേണ്ടി വർക്ക് ചെയ്തിട്ടും അവിടുത്തെ പാതിരി എന്നെ ഒന്ന് കാണാനോ ഞാനുമായി ഒന്ന് ഒരു സൗഹൃദം സ്ഥാപിക്കാനോ ശ്രമിച്ചില്ല എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. അത് എന്തുകൊണ്ടാണ്? അതായത് ഈ മുനമ്പത്തിന് ഒരു പരിഹാരം കിട്ടണം എന്ന് അവരുടെ തന്നെ മത മേലധ്യക്ഷന്മാർ ആഗ്രഹിച്ചിരുന്നില്ല എന്നുള്ളതാണ്. ഞാൻ ആ വിഷയത്തിൽ ഇടപെടുന്നത് ഇന്നും അന്നും അവർക്കാർക്കും തന്നെ ഇഷ്ടമായിരുന്നില്ല. കാരണം അവർ പ്രവർത്തിക്കുന്നത് മുസ്ലിം ലീഗുമായി കൂടിച്ചേർന്നിട്ടാണ്. കോൺഗ്രസ്സാണ് അതിൻ്റെ ഇടനിലക്കാർ. അവരുടെ ഏക ആഗ്രഹം മുനമ്പത്തെ എങ്ങനെയെങ്കിലും ഒരു വഖഫാക്കണം, എങ്കിൽ മാത്രമേ അവിടെ ഒരു സെറ്റിൽമെൻറ്റിൻ്റെ ഒരു കാര്യം വരൂ. അപ്പോൾ മുനമ്പം ഒരു വഖഫായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർ കൊണ്ടുവരാൻ പോകുന്ന ഒരു പരിഹാരം എന്ന് പറയുന്നത് മുനമ്പത്തെ ജനങ്ങൾ ഒഴിയേണ്ട, പകരം നമുക്കൊരു കാര്യം ചെയ്യാം. ഈ വഖഫ് ബോർഡിന് മറ്റെവിടെയെങ്കിലും ഒരു 500 ഏക്കർ പുരയിടം നൽകാം. ഇത് നടപ്പിലാക്കുക എന്നുള്ളതായിരുന്നു ഹൈബി ഈഡൻ്റെ നേതൃത്വത്തിലുണ്ടായിരുന്ന ഈ കോൺഗ്രസ് ഗൂഢ സംഘത്തിൻ്റെ ലക്ഷ്യം. അതുകൊണ്ടാണ് അവിടുത്തെ പാതിരി പോലും ഞാനുമായിട്ട് ഒരു പരിചയപ്പെടാൻ പോലും ഉള്ള സന്മനസ് കാണിക്കാതിരുന്നത് എന്നുള്ള കാര്യം കൂടി നാം മനസ്സിലാക്കണം. BJP കൊണ്ടുവരാൻ ഉദ്ദേശിച്ചിരുന്ന വഖഫ് ഭേദഗതി നിയമം ഭാവിയിൽ മുനമ്പം പോലുള്ള വിഷയങ്ങൾ ഇന്ത്യയുടെ പല ഭാഗത്തും ഉയർന്നു വരാതിരിക്കാൻ അടിയന്തരമായി ആവശ്യമുള്ള ഒന്നായിരുന്നു. എങ്കിലും ഇവിടുത്തെ നമ്മുടെ 140 MLA-മാരും ചേർന്നുകൊണ്ട് 2024 ഒക്ടോബർ മാസം 14 നമ്മുടെ അസംബ്ലിയിൽ ഒരു പ്രമേയം പാസ്സാക്കി. അതായത് ഈ BJP കൊണ്ടുവരാൻ ഉദ്ദേശിച്ച ഭേദഗതി നിയമം ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് നാം എല്ലാവരും കണ്ടു. ആ നിയമം പാസ്സായി. എന്നിട്ട് സുപ്രീം കോടതി എന്താണ് പറഞ്ഞത്? ഒരു നിയമം പോലും, പുതിയതായി കൊണ്ടുവന്ന ഒരു ഭേദഗതി പോലും ഭരണഘടനാ വിരുദ്ധം അല്ല എന്നാണ് നമ്മുടെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറഞ്ഞത്. അപ്പോൾ ഇവിടുത്തെ UDF-ൻ്റെയും LDF-ൻ്റെയും പ്രാഥമികമായ ലക്ഷ്യം എന്ന് പറയുന്നത് അവർക്ക് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഒന്നും ഒരു പുല്ലേ മാത്രമാണ്. അവരുടെ ഏക താല്പര്യം ഈ മുസ്ലിമുകളെ പ്രീണിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് മുസ്ലിമുകൾക്ക് ഈ വോട്ട് ബാങ്ക് ഉണ്ട് എന്നുള്ളതാണ്. വഖഫ് ഭേദഗതി നിയമം പാസ്സായത് കൊണ്ട് മാത്രം കാര്യമില്ല. അതിനുവേണ്ട അത് നടപ്പിൽ വരുത്താൻ വേണ്ട ചട്ടങ്ങൾ കൂടി രൂപീകരിച്ച് പാർലമെൻറ്റിൽ പാസ്സാക്കപ്പെടണം. എന്നാൽ എന്താണ് സംഭവിച്ചത്? ഭേദഗതി നിയമം പാസ്സായ ഉടനെ തന്നെ മുസ്ലിം ലീഗും കോൺഗ്രസും മാർക്സിസ്റ്റ് പാർട്ടിയും ഒക്കെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയെ സമീപിച്ചു. അതിനുശേഷം പറഞ്ഞു ഈ കൊണ്ടുവന്ന പുതിയ ഭേദഗതി നിയമം ഭരണഘടനാ വിരുദ്ധമാണ്. അതിനുശേഷം കുറേ നാളുകൾ
സുപ്രീം കോടതിയിൽ അത് പെൻഡിങ് ആയിരുന്നു. അതുകൊണ്ട് BJPക്ക് വേണ്ട സമയത്ത് ആ റൂൾസ് ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. എങ്കിലും കഴിഞ്ഞ സെപ്റ്റംബർ മാസം 15-ാം തീയതി സുപ്രീം കോടതി അതിൽ ഒരു ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചു. സുപ്രീം കോടതി പറഞ്ഞു, പുതിയതായിട്ട് കൊണ്ടുവന്ന ഭേദഗതികൾ ഒന്നും തന്നെ ഭരണഘടനാ വിരുദ്ധമാണെന്ന് തോന്നുന്നില്ല, അതുകൊണ്ട് തന്നെ സ്റ്റേ ചെയ്യേണ്ട ആവശ്യം ഇല്ല എന്ന്. അപ്പോൾ അതിനുശേഷം സെപ്റ്റംബർ 15-ന് ശേഷം ഇതുവരെയും BJP അതിനുവേണ്ട റൂൾസ് ഫ്രെയിം ചെയ്ത് പാർലമെൻറ്റിൽ വെച്ച് പാസ്സാക്കാനുള്ള ഒരു നടപടിയും എടുത്തില്ല. അല്ലെങ്കിൽ ഇതിനകം തന്നെ ഈ മുനമ്പം വിഷയത്തിന് നമുക്കൊരു പരിഹാരം കണ്ടെത്താൻ കഴിയുമായിരുന്നു. തുടർന്നാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് വന്നത്. അപ്പോൾ CPM ഒരു കളി കളിച്ചു. അവർ ഈ പള്ളിയിലച്ഛനെ കയ്യിലെടുത്തു. അദ്ദേഹത്തെ കൊണ്ട് പറയിപ്പിച്ചു, ഞങ്ങളുടെ എല്ലാ അവകാശങ്ങളും ഇപ്പോഴത്തെ സർക്കാർ തിരിച്ചു തന്നു എന്ന്. അതിനുശേഷം ഓരോ ഗ്ലാസ് നാരങ്ങ നീരും വാങ്ങി കുടിച്ചുകൊണ്ട് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കൂട്ടാളികളും അവിടുത്തെ സമരം അവസാനിപ്പിക്കുകയും ചെയ്തു. ഒരു കാര്യം പറയാതെ വയ്യ, മുനമ്പത്തെ ജനതയെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവരോടൊപ്പം നിന്നുകൊണ്ട് അവരെ സഹായിക്കാൻ ശ്രമിച്ചത് ഒരുപക്ഷെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ കൊണ്ടായിരിക്കണം, എന്നാലും അത് BJP മാത്രം ആയിരുന്നു. ബാക്കി രണ്ട് മുന്നണികളും അവരെ ദ്രോഹിക്കാനാണ് ശ്രമിച്ചത്. എന്നിട്ടും ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ, അതിൻ്റെ ഇലക്ഷൻ നടന്നപ്പോൾ, അവിടുത്തെ ജനങ്ങളിൽ ഭൂരിഭാഗം പേരും അവരെ കുഴിയിൽ ചാടിച്ച, അവരെ ദ്രോഹിച്ച UDFനും LDFനുമാണ് വോട്ട് ചെയ്തത്. എങ്കിൽ തന്നെയും BJP അവിടുത്തെ 1-ാം വാർഡിൽ വിജയിച്ച് കയറുകയും ചെയ്തു. കഴിഞ്ഞ ഒക്ടോബർ മാസം 10-ാം തീയതി ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് രാമചന്ദ്രൻ കമ്മീഷൻ്റെ നിയമനവുമായി ബന്ധപ്പെട്ട ഒരു റിട്ട് പെറ്റീഷനിൽ മുനമ്പം ഒരു വഖഫ് ഭൂമി അല്ല എന്നുള്ള ഒരു പരാമർശം നടത്തുകയുണ്ടായി. നാം മനസ്സിലാക്കേണ്ടത് ആ വിധി നടപ്പിലാക്കാൻ പറ്റാത്ത ഒരു വിധിയാണ് എന്നുള്ളതാണ്. കാരണം ഈ വഖഫ് ആക്ട് അനുസരിച്ചിട്ട് വഖഫ് ട്രൈബ്യൂണലായിരിക്കണം അത്തരത്തിൽ ഒരു കണ്ടെത്തൽ നടത്തേണ്ടത്. ഏതിനും വഖഫ് സംരക്ഷണ വേദി അതിനെതിരെ സുപ്രീം കോടതിയിൽ ഒരു SLP ഫയൽ ചെയ്തു. 302 പേജുള്ള SLP ഫയൽ ചെയ്തു. അതിലൂടെ അവരുടെ ഏക ആരോപണം എന്ന് പറയുന്നത് അത് ഈ ഡോക്ട്രൈൻ ഓഫ് സ്റ്റാറ്റ്യൂട്ടറി ഫൈനാലിറ്റിക്ക് എതിരാണ് എന്നുള്ളതായിരുന്നു. അതായത് വഖഫ് ട്രൈബ്യൂണലിൽ ഒരു കേസ് നടന്നു വരവേ വഖഫ് ട്രൈബ്യൂണലാണ് അതിൽ ഒരു വിധി പറയേണ്ടത് എന്നിരിക്കെ ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് ഒരു റിട്ട് പെറ്റീഷനിൽ അത്തരത്തിലുള്ള ഒരു പരാമർശം നടത്താൻ പാടില്ല എന്നായിരുന്നു അവരുടെ ആരോപണം. ഹൈക്കോടതി മുമ്പാകെ ആ കേസിൽ മുനമ്പം ഭൂസംരക്ഷണ സമിതിക്ക് വേണ്ടി കക്ഷി ചേർന്നിരുന്നത് അതിൻ്റെ കൺവീനറും ചെയർമാനും ആയിരുന്നു. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും അവർക്ക് രണ്ടുപേർക്കും മാത്രമേ സുപ്രീം കോടതി മുമ്പാകെ മുനമ്പത്തിന് വേണ്ടിയിട്ട് ആ കേസിനെ ഡിഫെൻഡ് ചെയ്യാൻ സാധിക്കുമായിരുന്നുള്ളൂ. അപ്പോഴാണ് ഷോൺ ജോർജ് അവരെ സമീപിച്ചത്. എന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ വക്കാലത്ത് ഒപ്പിട്ട് തരികയാണ് എന്നുണ്ടെങ്കിൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രഗത്ഭനായ ഒരു വക്കീലിനെ BJPയുടെ ചെലവിൽ അവർക്ക് വേണ്ടിയിട്ട് സുപ്രീം കോടതിയിൽ ഹാജരാക്കാമെന്ന്. എന്നാൽ ഈ ഭൂസംരക്ഷണ സമിതിയും അവിടുത്തെ പാതിരിയും ഒക്കെ ആ ഒരു അഭ്യർത്ഥന തള്ളിക്കളയുകയാണ് ഉണ്ടായത്. തുടർന്ന് ഷോൺ ജോർജിന് അനുമായി ബന്ധപ്പെടുകയും മുനമ്പക്കാരനായ ഫിലിപ്പ് ജോസഫിനെ സുപ്രീം കോടതിയിലെ കേസിൽ കക്ഷി ചേർക്കാനുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു. നാം മനസ്സിലാക്കേണ്ടത്, പെരിയ ഇരട്ടക്കൊലപാതക കേസിൽ കേരള സർക്കാരിന് വേണ്ടി അതിൽ ഒരു ദിവസത്തേക്ക് ഹാജരാകുന്നതിന് 24 ലക്ഷം രൂപ ഫീസായിട്ട് വാങ്ങിയ സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകനായ മനീന്ദർ സിംഗിനെ ഈ ഫിലിപ്പ് ജോസഫിന് വേണ്ടി ആ കേസിൽ ഹാജരാക്കുകയും ചെയ്തു. ആ കേസിൻ്റെ സുപ്രീം കോടതി മുമ്പാകെയുള്ള നടത്തിപ്പ് പൂർണ്ണമായിട്ടും ഷോൺ ജോർജ് എന്നെ ഏൽപ്പിച്ചതിനാൽ ഞാൻ ആ 302 പേജുള്ള SLP പഠിക്കുകയും നിയമപരമായിട്ട് അതിന് വേണ്ട എല്ലാ മറുപടികളും എഴുതി സുപ്രീം കോടതിയിലെ വക്കീലിന് നൽകുകയും ചെയ്തു. ഞാൻ പുതിയതായിട്ട് ഉയർത്തിയിരിക്കുന്ന ഒരു പ്രശ്നം ഈ മുനമ്പം വിഷയത്തിൽ ആരും ഉന്നയിക്കാത്ത ഒന്നാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഡോക്ട്രൈൻ ഓഫ് സ്റ്റാറ്റ്യൂട്ടറി ഫൈനാലിറ്റിയാണ് അവർ ഉന്നയിച്ചിരിക്കുന്നത്. എന്നാൽ ഞാനിവിടെ സ്ഥാപിച്ചെടുക്കാൻ പോകുന്നത് ട്രൈബ്യൂണലിന് മുമ്പാകെ നിയമപരമായി നിലനിൽക്കുന്ന യാതൊരു വിധത്തിലും ഉള്ള കേസുകളും ഇല്ല എന്നാണ്. അങ്ങനെയാണെങ്കിൽ ഹൈക്കോടതി അത്തരത്തിൽ ഒരു പരാമർശം നടത്തിയത് ശരിയായിട്ട് വരികയും ചെയ്യും. എന്തായാലും ആ കേസിലൂടെ മുനമ്പത്തിന് ഒരു ശാശ്വത പരിഹാരം കിട്ടും എന്നാണ് എൻ്റെ 99% വിശ്വാസം. ഇനി നമുക്ക് ക്രിസ്ത്യാനികളുമായി ബന്ധപ്പെട്ട ഇന്ത്യയിൽ നടന്ന ചില വിഷയങ്ങളിൽ ഈ UDFൻ്റെയും LDFൻ്റെയും ഒക്കെ നിലപാടുകൾ എന്തായിരുന്നു എന്ന് നോക്കാം. ആദ്യമായിട്ട് നമുക്ക് ഛത്തീസ്ഗഡിൽ നടന്ന കന്യാസ്ത്രീകളുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട കാര്യം നോക്കാം. ഛത്തീസ്ഗഡിൽ നിലവിലുള്ള നിയമപ്രകാരം ഈ 2 കന്യാസ്ത്രീകളും ചെയ്തത് മനുഷ്യക്കടത്ത് തന്നെയായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ നിലവിലുള്ള നിയമപ്രകാരം സ്ത്രീകളെ സംസ്ഥാനത്തിൻ്റെ പുറത്തേക്ക് കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ അത് സർക്കാരിൽ രജിസ്റ്റർ ചെയ്ത ഏജൻസി മുഖാന്തരം മാത്രമായിരിക്കണം. അല്ലാത്ത പക്ഷം അത് ഓട്ടോമാറ്റിക്കായിട്ട്
മനുഷ്യക്കടത്ത് തന്നെയാണ്. അപ്പോൾ ലെറ്റ് ദ ലോ ടേക്ക് ഇറ്റ്സ് ഓൺ കോഴ്സ്, നിയമം നിയമത്തിൻ്റെ വഴിക്ക് പോകട്ടെ എന്ന് പറയുന്നതിന് പകരം ഇവിടുത്തെ KJPക്കാർ ഇൻക്ലൂഡിങ് അതിൻ്റെ പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖറും ഷോൺ ജോർജും അനൂപ് ആൻ്റണിയും ഒക്കെ നേരെ ഛത്തീസ്ഗഡിൽ ഈ കന്യാസ്ത്രീകളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ചെന്നു. അവരിപ്പോഴും രക്ഷപ്പെട്ടിട്ടില്ല. എന്തായാലും ഈ കന്യാസ്ത്രീകൾക്ക് ജാമ്യം വാങ്ങി നൽകുന്നതിൽ അവർ വിജയിച്ചു, അതും കേന്ദ്ര സർക്കാരിൻ്റെ സഹായത്തോടു കൂടി. അതായത് ഈ BJPക്കാർ ഇവിടെ ശ്രമിക്കുന്നത് കണ്ണു അടച്ചിട്ട് ഈ ക്രിസ്ത്യാനികളെ അല്ലെങ്കിൽ ക്രിസ്ത്യൻ സഭ മേലധ്യക്ഷന്മാരെ പ്രീണിപ്പിക്കാനുള്ള ഒരു ശ്രമമാണ് ഈ BJPക്കാർ ഇവിടെ നടത്തുന്നത്. ഈരാറ്റുപേട്ടയിൽ പോപ്പുലർ ഫ്രണ്ടുകാർ പാലാ ബിഷപ്പിനെ കയ്യേറ്റം ചെയ്യാനായി വന്നപ്പോൾ ഈ UDFും LDFും എവിടെയായിരുന്നു? അവിടെ ഈ PC ജോർജും അതുപോലെ തന്നെ RSS BJPക്കാരും മാത്രമാണ് അവരെ സഹായിക്കാനായിട്ട് ഉണ്ടായിരുന്നത്. ഇടുക്കി ബിഷപ്പിനെ യൂത്ത് കോൺഗ്രസ്സുകാർ ബോംബെറിഞ്ഞപ്പോഴും പള്ളുരുത്തിയിലെ സെൻറ്റ് റീത്ത സ്കൂളിൽ SDPIക്കാർ അഴിഞ്ഞാടിയപ്പോഴും അതുപോലെ കളമശ്ശേരിയിലെ കന്യാസ്ത്രീ മഠം തകർത്തപ്പോഴും ഒക്കെ ആരാണ് ഈ സഭയോടൊപ്പം നിന്നത്? വഖഫ് ഭേദഗതി നിയമം പാർലമെൻറ്റിൽ വോട്ടെടുപ്പിന് വരുന്നതിന് മുമ്പായിട്ട് KCBCയും CBCയും ഒക്കെ കേരളത്തിലെ MPമാരോടോ ആ ഭേദഗതി നിയമത്തെ അനുകൂലിച്ച് വോട്ട് ചെയ്യണം എന്ന് ആവശ്യപ്പെട്ടിരുന്നു. എങ്കിലും ഒരു പട്ടി പോലും അതിനെ ചെവിക്കൊണ്ടില്ല. ക്രിസ്ത്യൻ വിദ്യാർത്ഥികൾക്ക് കൂടി ലഭിക്കേണ്ട സ്കോളർഷിപ്പിൻ്റെ 80% മുസ്ലിം വിദ്യാർത്ഥികൾ കൊണ്ടുപോയപ്പോൾ ഈ ക്രിസ്ത്യൻ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഇവിടുത്തെ UDFO LDFO ഉണ്ടായിരുന്നു. SDPI മത തീവ്രവാദികൾ മതശാസനം നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ജോസഫ് മാഷിൻ്റെ കൈയും കാലും വെട്ടിയെടുത്തപ്പോൾ ഇവിടുത്തെ സഭാ നേതൃത്വം കൈക്കൊണ്ട നടപടി എന്തായിരുന്നു എന്ന് നമുക്ക് എവർക്കും അറിയാവുന്നതാണ്. അരിയും മലരും കുന്തിരിക്കവും ഒക്കെ വാങ്ങി വച്ചോ, വരുന്നുണ്ടടാ നിൻ്റെയൊക്കെ കാലന്മാർ എന്ന് പോപ്പുലർ ഫ്രണ്ടുകാർ ഇവിടെ വിളിച്ചു കൂവിയപ്പോൾ അതിനെതിരെ ഈ VD സതീശനോ അല്ലെങ്കിൽ പിണറായി വിജയനോ കാമാശിവ എന്ന് ഒരു അക്ഷരം മിണ്ടിയിട്ടുണ്ടോ? കോതമംഗലത്തെ സോന എൽദോസ് എന്ന് പറയുന്ന പെൺകുട്ടിയെ ലവ് ജിഹാദിൽ പെടുത്തി പിന്നെ അവളെ മതം മാറ്റത്തിനായി നിർബന്ധിച്ചപ്പോൾ അവൾ ആത്മഹത്യ ചെയ്ത വേളയിൽ ഈ സഭാ മേലധ്യക്ഷന്മാർ ആരെങ്കിലും ഇവിടെ ഉണ്ടായിരുന്നു? ഹാഗിയ സോബിയ എന്ന ക്രിസ്ത്യൻ കത്തീഡ്രലിനെ മോസ്കാക്കി മാറ്റിയപ്പോൾ അതിനെ അഭിനന്ദിച്ചുകൊണ്ട് മുസ്ലിം ലീഗിൻ്റെ നേതാവ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഒരു ലേഖനം എഴുതിയപ്പോൾ അതിനെ എതിർക്കാൻ ഇവിടെ ആരെങ്കിലും ഉണ്ടായിരുന്നു? ഹമാസ് എന്ന ഭീകര സംഘടനയുടെ കയ്യിലിരിപ്പ് കൊണ്ട് പാലസ്തീനിൽ ഒരുപാട് കുട്ടികൾ മരണപ്പെട്ടു എന്നുള്ള കാര്യം സത്യമാണ്. അതിനെ എതിർത്തുകൊണ്ട് ഇവിടെ മുക്കിന് നമ്മൾ ഐക്യദാർഢ്യ പ്രകടനങ്ങൾ നടത്തി. എന്നാൽ നൈജീരിയയിൽ എത്രമാത്രം ക്രിസ്ത്യാനികളാണ് കൊല്ലപ്പെടുന്നത്? അതിലും ഗർഭിണികളും കുട്ടികളും ഒക്കെ തന്നെ ഉള്ളതും ആണ്. അതിനെ എതിർത്തുകൊണ്ട് ഇവിടെ ആരെങ്കിലും എന്തെങ്കിലും ഐക്യദാർഢ്യം നടത്തുകയുണ്ടായോ? കഴിഞ്ഞ പോളിംഗിൻ്റെ അന്ന് രാവിലെ മാർ ഗീർവർഗീസ് കൂറലോസ് പറഞ്ഞത് ഇന്ത്യ ഹിന്ദുത്വവാദികളുടെ കൈപ്പിടിയിൽ ആണെന്നും ഇനി ഇവിടെ ഒരു ഇലക്ഷൻ നടക്കുമോ എന്നുള്ള കാര്യം സംശയകരമാണ് എന്നുമായിരുന്നു. എനിക്ക് അദ്ദേഹത്തോട് ചോദിക്കാനുള്ളത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ എന്നെങ്കിലും എവിടെയെങ്കിലും വെച്ച് ഈ ഭരണഘടന എന്ന് പറയുന്ന സാധനം കണ്ടിട്ടോ വായിച്ചിട്ടുണ്ടോ എന്നാണ്. വായിച്ചിരുന്നു എങ്കിൽ അദ്ദേഹം അത്തരത്തിലുള്ള ഒരു പ്രസ്താവന ഒരിക്കലും നടത്തില്ലായിരുന്നു. അപ്പോൾ എന്താണ് ഇവിടുത്തെ മതമേലധ്യക്ഷന്മാരെ വളരെ പെട്ടെന്ന് പ്രകോപിപ്പിക്കാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കേന്ദ്ര സർക്കാർ FCRA നിയമത്തിൻ്റെ അതിന് ഭേദഗതി കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള ബില്ല് പാർലമെൻറ്റിൽ അവതരിപ്പിച്ചു എന്നുള്ളതാണ്. നാം ആലോചിക്കേണ്ടത് ആ നിയമം ക്രിസ്ത്യാനികളെ മാത്രം ബാധിക്കുന്ന ഒന്നല്ല. ഇവിടെ ഹിന്ദുക്കളുടെയും മറ്റ് മതവിഭാഗങ്ങളുടെയും NGOകൾ ധാരാളമുണ്ട്, അവരാണ് മെജോറിറ്റി. എന്നാൽ അവർക്കൊന്നുമില്ലാത്ത ഒരു പരാതി എന്തുകൊണ്ടാണ് ഇവിടുത്തെ ക്രിസ്തീയ സഭയ്ക്ക് മാത്രം ഉണ്ടായത്? ഈ പിണറായി വിജയൻ പറയുന്നത് പോലെ മടിയിൽ കനമില്ലാത്തവർ പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും ഈ പൈസകളൊക്കെ ഇവിടുത്തെ മെത്രാന്മാരും ഈ ബിഷപ്പ്മാരും ഒക്കെ അടിച്ചു മാറ്റിയത് കൊണ്ടാണ് അവർ ഈ കൊണ്ടുവരാൻ പോകുന്ന ഭേദഗതി നിയമത്തെ പേടിക്കുന്നത്. കാലാകാലങ്ങളിലായിട്ട് UDFും LDFും പറഞ്ഞുകൊണ്ടിരുന്നത് മണിപ്പൂരിൽ ഹിന്ദുക്കൾ ക്രിസ്ത്യാനികളെ കൊല്ലുന്നു എന്നാണ്. എന്നാൽ വളരെ പുരാതനമായ രണ്ട് ഗോത്രങ്ങൾ തമ്മിലുള്ള ഒരു യുദ്ധമാണ് ഇപ്പോഴും അവിടെ തുടർന്ന് വരുന്നത്. ഇരുഭാഗത്തും ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഉണ്ട്. പണ്ട് ഹിന്ദുക്കളായിരുന്ന പലരും മതം കൺവേർട്ട് ചെയ്ത് ക്രിസ്ത്യാനികൾ ആയി. അവർ പരസ്പരം കൊല്ലുന്നു എന്നുള്ളതാണ് സത്യം. എന്നാൽ അവസാന കാലഘട്ടത്തിൽ കണ്ടെത്തിയത് ഈ തീവ്രവാദികളുടെ കയ്യിൽ AK-47 അതുപോലെ തന്നെ ഈ റോക്ക് ലോഞ്ചർ തുടങ്ങിയ അത്യാധുനിക ആയുധങ്ങൾ ഉണ്ട് എന്നാണ്. അപ്പോൾ തീർച്ചയായിട്ടും അതിനു വേണ്ടിയുള്ള ഫണ്ടിങ് നടക്കുന്നത് ബൗണ്ടറിക്ക് പുറത്തു നിന്നും ആണ്, അതായത് വിദേശ ധനസഹായം. അതുകൊണ്ടാണ് രാജ്യ സുരക്ഷയെ മുൻനിർത്തി കേന്ദ്ര സർക്കാർ ഇപ്പോൾ FCRA നിയമം ഭേദഗതി ചെയ്യാൻ തയ്യാറായത്.
ഞാൻ ഈ BJP-കാരോട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ രാജ്യ താൽപ്പര്യത്തെ മുൻനിർത്തി കൊണ്ടുവരുന്ന ഇത്തരത്തിലുള്ള നിയമങ്ങൾ ഇനി ഏവനൊക്കെ തന്നെ എതിർത്താലും നിങ്ങൾ പേടിച്ച് പിന്മാറാതെ സധൈര്യം മുന്നോട്ട് പോവുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കേരളത്തിൽ നിന്നും ഒരു സീറ്റും കിട്ടിയില്ലെങ്കിലും നിങ്ങൾക്ക് തീർച്ചയായിട്ടും കേന്ദ്ര ഭരണം കിട്ടും. മോറോവർ, ഇപ്പോൾ ഈ പാർലമെൻറ്റിൻ്റെ ഘടന തന്നെ മാറ്റാൻ പോവുകയാണ്. ഈ 543 പകരം വരാൻ പോകുന്നത് 800ഓളം സീറ്റുകളാണ്. അതിനുള്ള വ്യത്യാസങ്ങളാണ് കൊണ്ടുവരാൻ പോകുന്നത്. അതുകൊണ്ട് ഭാവിയിലും കേരളത്തിൽ നിന്ന് ഒരു സീറ്റും കിട്ടിയില്ലെങ്കിലും നിങ്ങൾക്ക് BJP-ക്ക് കേന്ദ്രം ഭരിക്കാൻ സാധിക്കും എന്നുള്ള കാര്യം ഇവിടുത്തെ ക്രിസ്തീയ മതമേലധ്യക്ഷന്മാർ മനസ്സിലാക്കിയാൽ അവർക്ക് കൊള്ളാം എന്നല്ലാതെ അതുകൊണ്ട് BJP-ക്ക് ഒരു ഗുണവും ഉണ്ടാകാൻ പോകുന്നില്ല. അതുകൊണ്ട് എനിക്ക് ഇവിടുത്തെ KJP-കാരോട് പറയാനുള്ളത്, നിങ്ങൾ ദയവായിട്ട് ഈ മതമേലധ്യക്ഷന്മാരുടെ തിണ്ണനിറങ്ങാനും അവരെ ഈ കേക്ക് കഴിപ്പിക്കാനും അവരുടെ കൈ മുത്തം കൊടുക്കാൻ നടക്കുന്നതിനും അതിനും പകരം നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടുത്തെ സാധാരണ ക്രിസ്ത്യാനികളെ കണ്ടെത്തി അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. എന്നാൽ എൻ്റെ മനസ്സിൽ ഇനി വരാൻ പോകുന്ന 20 വർഷത്തിൽ പോലും ഒരുപക്ഷെ BJP കേരളത്തിൽ ഭരിക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ് സത്യം. അത് തന്നെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ അഭിമാനം, സെൽഫ് റെസ്പെക്റ്റ് മുൻനിർത്തിക്കൊണ്ട് മാത്രം ഇനി പ്രവർത്തിക്കുക. അല്ലാതെ ഇവരെ പിറകെ നിങ്ങൾ നടക്കാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ BJP എത്രയും പെട്ടെന്ന് ചെയ്യേണ്ടത് അടിയന്തരമായിട്ട് FCRA ബിൽ വീണ്ടും പാർലമെൻറ്റിൽ അവതരിപ്പിക്കുകയും അത് പാസ്സാക്കി എടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. ഇവിടുത്തെ ഏത് സഭയാണ് എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് നിങ്ങൾ കാണുക. ഇവർക്ക് ഒരു പുല്ലും ചെയ്യാൻ സാധ്യമല്ല. സ്ലോ ആൻഡ് സ്റ്റഡി വിൻ ദ റേസ് എന്ന് പറയാറുണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് നിങ്ങൾ ഈ ക്രിസ്ത്യാനികളുടെ പിറകെ നടന്ന് അവരെല്ലാം കൂടി വോട്ട് ചെയ്യും എന്നുള്ള ഒരു തെറ്റിദ്ധാരണ ഇവിടുത്തെ BJP-ക്ക് വേണ്ട. അതുകൊണ്ട് BJP ചെയ്യേണ്ടത് അവരുടെ കർമ്മ പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോവുക. ജനങ്ങളെ സ്വമേധയാ നിങ്ങളിലേക്ക് ആകർഷിക്കുക നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ. അല്ലാതെ പെട്ടെന്ന് കാര്യം സാധിക്കാൻ വേണ്ടി ഈ പള്ളിയിലച്ചന്മാരുടെ പിറകെ നടന്നിട്ട് ഒരു കാര്യവും ഇല്ല എന്നുള്ള വസ്തുത ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക. ഇവരെ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു മേലധ്യക്ഷന്മാരാണെന്ന് നിങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിച്ച് മനസ്സിൽ ഉറപ്പിക്കുക. അപ്പോൾ എൻ്റെ പരിപൂർണ പിന്തുണയും ഐക്യദാർഢ്യവും PC ജോർജ് സാറിനും അദ്ദേഹത്തിൻ്റെ മകൻ ഷോൺ ജോർജിനും തന്നെയാണ്. അവർ സത്യം വിളിച്ചു പറഞ്ഞു. അത് ഈ മേലധ്യക്ഷന്മാർക്ക് നൊന്തിരിക്കാം. പക്ഷേ അക്കാര്യം ആ സമൂഹത്തിലെ ഒട്ടനേകം ക്രിസ്ത്യാനികൾ ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കും എന്ന് എനിക്ക് തീർച്ചയാണ്. അപ്പോൾ ഇതുപോലുള്ള മറ്റൊരു വീഡിയോയുമായി ഉടൻ തന്നെ വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.